Valediction Forbidding Morning by John Donne. About the author, John Donne was born in London in 1572. He is a famous metaphysical poet. His period was one of the political and religious troubles, and he was a Catholic and so in Anglican England. He had problems in his career and also personal life. Therefore, he joined the Anglican Church and then he wrote plenty of love lyrics, religious poems, satirical and erotic verses, songs and sonnets. ജോൺ ഡെന്നിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ലണ്ടനിലാണ് ജനിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വളരെയധികം പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ട്രബിൾസ് ഒക്കെ നിലനിന്നിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു. ഒരുപാട് രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടൊരു കാലഘട്ടമായിരുന്നു അത്. അദ്ദേഹം ഒരു കാത്തലിക് ആയതുകൊണ്ട് തന്നെ ആംഗ്ലിക്കൻ ഇംഗ്ലണ്ടിൽ ജോലിയും അതുപോലെ തന്നെ പേഴ്സണൽ ലൈഫും ഒക്കെ അദ്ദേഹം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ ചെറുപ്പത്തിലെ ബുദ്ധിമുട്ടലും ഒക്കെ വളർന്നു വന്നിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആംഗ്ലിക്കൻ സഭയിൽ ചേരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ലവ് ലിറിക്സും അതുപോലെ തന്നെ റിലീജിയസ് പോയിംസും സെറ്റയറിക്കലായിട്ടുള്ള കവിതകളും ഇറോട്ടിക് വേഴ്സസും സോങ്സും സോണറ്റ്സും ഒക്കെ ഒരുപാട് കവിതകളും സോണറ്റുകളും ഒക്കെ എഴുതിയിട്ടുണ്ട് ജോൺ ഡൺ. Then in 1598 he was appointed private secretary for Thomas Egerton and he fell in love with Egerton's 16-year-old niece Anne More and secretly married her. This led to his imprisonment and his wife died when she was just 33 after giving birth to 12 children. The last child was stillborn. Later in life, Donne became the Dean of St. Paul's Cathedral. In his writing, those years showed his fear of unknown and death. He became severely ill and died in London. 1598 അദ്ദേഹത്തെ സർ തോമസ് ഇഗേർട്ടൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിച്ചിട്ടുണ്ടായിരുന്നു. ഇഗേർട്ടൻ്റെ 16 വയസ്സുള്ള ഒരു നീസ്, അതായത് സിസ്റ്ററിൻ്റെ മകളെങ്ങാനുമായിട്ട് അദ്ദേഹം പ്രണയത്തിലാവുകയും തുടർന്ന് സീക്രട്ടായിട്ട് ആൻമോറിനെ, അതായത് ഇഗേർട്ടൻ നമ്മളുടെ ജോൺ ഡൺ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഇഗേർട്ടൻ്റെ നീസായിട്ടുള്ള ആൻമോറിനെ സീക്രട്ടായിട്ട് കല്യാണം കഴിക്കുകയാണ്. ദെൻ 33-ാമത്തെ വയസ്സിൽ ആൻമോർ മരിക്കുകയാണ്. 12 മക്കൾക്ക് ജന്മം നൽകിയിട്ടാണ് അവർ മരിക്കുന്നത്. പിന്നെ അവസാന നാളുകളായപ്പോഴേക്കും, അതായത് നമ്മളുടെ ജോൺ ഡന്നിന് പ്രായമായ സമയമായപ്പോഴേക്കും അദ്ദേഹം വളരെയധികം ഡിപ്രഷൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വർക്കുകളിലൊക്കെ തന്നെ ഡെത്തിനെ കുറിച്ചുള്ള ഫിയർ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അദ്ദേഹത്തിന് അസുഖം കൂടിയിട്ടാണ് അദ്ദേഹം ലണ്ടനിൽ വെച്ചിട്ട് മരിക്കുന്നുണ്ടായിരുന്നത്. And he is recognized as the founder of metaphysical poetry, metaphysics in the branch of philosophy that deal with the first principles of things, including abstract concepts such as being, knowing, identity, time, and space. The metaphysical poets had a great skill in shocking the readers by using paradoxical images, strange imagery, and extant metaphors called conceits. മെറ്റാഫിസിക്കൽ എന്ന് പറയുന്ന ഒരു വാക്ക് കോയിൻ ചെയ്തിട്ടുള്ളത് സാമുവൽ ജോൺസൺ എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള റൈറ്ററാണ്. അദ്ദേഹമാണ് മെറ്റാഫിസിക്കൽ എന്ന് പറയുന്ന ഒരു വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. 17th സെഞ്ച്വറിയിൽ 17-ാം നൂറ്റാണ്ടിലായിരുന്നു ഈ ഒരു വാക്ക് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. Whose work was characterized by the inventive use of conceits and by the speculation about the topics such as love or religion. പ്രധാനമായിട്ടും ഈ മെറ്റാഫിസിക്കൽ കവിതകളിലൊക്കെ തന്നെ പ്രധാനമായിട്ടും തീമായിട്ട് വരാറുള്ളത് ഫാമിലി, റിലേഷൻഷിപ്പ്, ലവ് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. മെറ്റാഫിസിക്കൽ കവിതയുടെ ഫാദർ അല്ലെങ്കിൽ ഫൗണ്ടറായിട്ട് കണക്കാക്കുന്നത് നമ്മളുടെ ജോൺ ഡൺ തന്നെയാണ്. മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത് ഫിലോസഫിയുടെ ഒരു ബ്രാഞ്ചായിട്ടാണ് കണക്കാക്കുന്നത്. അതിൽ നോളേജ്, ഐഡൻറ്റിറ്റി, അതുപോലെ തന്നെ ടൈം ആൻഡ് സ്പേസ്, ഡിവൈൻ, അതുപോലെ ട്രസ്റ്റ്, അങ്ങനെയുള്ള വിഷയങ്ങളാണ് പ്രധാനമായിട്ടും മെറ്റാഫിസിക്കൽ കവിതകളുടെ പ്രധാന തീമായിട്ട് വരാറുള്ളത്.
അറിവിനെക്കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തിത്വത്തെക്കുറിച്ച്, സമയത്തെക്കുറിച്ച്, സ്പേസിനെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ച്, പ്രണയത്തെക്കുറിച്ച് അങ്ങനെയുള്ള തീമുകളാണ് മെറ്റാഫിസിക്സിൽ വരാറുള്ളത്. ദെൻ ഇത്തരത്തിലുള്ള കവികളൊക്കെ തന്നെ പ്രത്യേക തരത്തിലുള്ള ഇമേജറി, പാരഡോക്സിക്കൽ, അതുപോലെ തന്നെ അൺയൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, കൺസീറ്റ്സ് അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ട് റീഡേഴ്സിനെ അത്ഭുതപ്പെടുത്താറുണ്ടെന്നാണ് പറയുന്നത്. And their style was characterized by the wit and metaphysical conceit, far-fetched or unusual similes or metaphors such as Donne's description of the effect of absence on lovers to the action of pair compasses. ജോൺ ഡെന്നിൻ്റെ കവിതകളൊക്കെ തന്നെ നമ്മൾ ഒരു വെറൈറ്റി നമുക്കതിൽ ഫീൽ ചെയ്യും. കാരണം ഒരുപാട് ഇമേജറീസും ഒരുപാട് മെറ്റഫേഴ്സും സിമിലീസും ഒക്കെ അതുകൊണ്ട് അതിലൊരുപാട് മെറ്റഫേഴ്സും സിമിലീസും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ദെൻ എ വാലഡിക്ഷൻ ഫോർബിഡൻ മോർണിംഗ് വാസ് റിട്ടൺ വെൻ ഡോൺ വാസ് ലീവിങ് ഹിസ് വൈഫ് ആൻഡ് മോർ ടു വിസിറ്റ് ഫ്രാൻസ്. നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു കവിത ജോൺ ഡെൻ ഭാര്യയെ കൂട്ടാതെ ഫ്രാൻസിലേക്ക് പോകുന്ന സമയത്ത് എഴുതിയിട്ടുള്ളതാണ്. കാരണം ഭാര്യയെ കൂട്ടാൻ അദ്ദേഹത്തിന് നിർവാഹം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു സിറ്റുവേഷനിൽ ഭാര്യയെ വേർപിരിയുന്ന സിറ്റുവേഷനിലാണ്, അതായത് ഫ്രാൻസിലേക്ക് പോവേണ്ടതുണ്ട്, പക്ഷെ ഭാര്യനെ കൂട്ടാനും വയ്യ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം താൻ പോകുന്ന സമയത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാര്യയെ ഓർത്തിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള കവിതയാണ് എ വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് എന്ന് പറയുന്നത്. മോർണിംഗ് എന്ന് പറയുന്നത് നമ്മൾ രാവിലെ ഒന്ന് ഉപയോഗിക്കുന്ന ആ മോർണിംഗ് അല്ല, മോർണിംഗ് MOURNING. നമ്മൾ ആരെങ്കിലുമൊക്കെ ഡെത്തിനെ ബേസ് ചെയ്ത് നമ്മൾ പറയാറില്ലേ മോർണിംഗ്, ആ ഒരു മോർണിംഗ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. Some of the major characteristics of metaphysical poetry is it is marked by the intellectual wit and passionate thought, and it is often in the form of an intense, urgent argument, and it employs subtle, often outrageous logic. And the speaker explains that he is forced to spend time apart from his lover. ഈ ഒരു കവിതയുടെ തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്പീക്കർ ഈസ് ഫോഴ്സ്ഡ് ടു സ്പെൻഡ് ടൈം അപ്പാർട്ട് ഫ്രം ഹിസ് ലവർ. ലവർ എന്നവിടെ പറയുന്നത് തൻ്റെ ഭാര്യയാണ്. തൻ്റെ ഭാര്യയിൽ നിന്നും വേർപിരിയേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ബട്ട് ബിഫോർ ഹി ലീവ്സ് ഹി ടെൽസ് ഹെർ ദാറ്റ് their farewell should not be an occasion for the mourning and sorrow. നമ്മളുടെ ഈ ഒരു സെപ്പറേഷൻ ഒരു ടെമ്പററി ആണ്. ഞാൻ ഫ്രാൻസിൽ പോയിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചെത്തും, അത് വളരെ ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളുടെ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഷുഡ് നോട്ട് ബി ദ ഒക്കേഷൻ ഫോർ എ മോർണിംഗ് ആൻഡ് സോറോ. ഇങ്ങനെ വിഷമിക്കാനും കരയാനും ഉള്ള ഒരു ഒക്കേഷൻ അല്ല എന്ന് പറയാണ്. ആ ഒരു സെപ്പറേഷന് മുമ്പ് കവിയുടെ ഭാര്യയോട് പറയാണ്. In the same way that virtuous men die mildly without complaint, and he says, so they should live without tear floods and side tempts. For to publicly announce their feelings in such a way would profane their love. The speaker says that when the earth moves, it brings harms of fears, but when the spheres experience the trepidation of though the impact is greater and it is also innocent. The love for the dull sublunary lovers cannot survive separation, but it removes that which constitutes the love itself. But the love he shares with his beloved is so refined and assured of the mind that they need not worry about the missing eyes, lips, and handsome, etc. And though he must go, their souls are still one, and therefore they are not enduring a breach. And they are experiencing an expansion in the same way that gold can be stretched by heating. Then he says that to airy thinness, the soul they share will simply stretch to take in the space between them, and a foot in the center, and it is foot that moves around it. The firms of the center foot makes the circle, and the outer foot draws the perfect. The firmness make the circle just, and this make the end where I began. പിന്നീട് ഇതിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഓൾറെഡി പറഞ്ഞു, അതായത് ഫ്രാൻസിലേക്ക് പോകുന്ന സമയത്ത് എഴുതിയിട്ടുള്ളതാണ് ഈ ഒരു കവിത എന്നുള്ളത്.
താൻ പോകുന്ന സമയത്ത് ഒരിക്കലും കരയരുത്, നിനക്ക് കരയാനും വിഷമിച്ചിരിക്കാനുള്ള ഒരു ഒക്കേഷൻ അല്ല എന്നുള്ള രീതിയിൽ കവി വൈഫിനോട് പറയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കണ്ണിൽ കാണുന്ന ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് നമ്മളുടെ വൈഫിൻ്റെ ആ ഒരു മോർണിങ്ങിനേക്കാളും അതീതമായിട്ടുള്ള ഒന്നാണ് എന്നാണ് പറയുന്നത്. അവരുടെ സ്നേഹം എന്ന് പറയുന്നത് ഒരു ഫിസിക്കലായിട്ടുള്ളൊരു കാര്യമല്ല എന്നാണ് പറയുന്നത്. അവരുടെ ലവ് എന്ന് പറയുന്നത് ഇറ്റേണൽ ലവ് ആണ്. ആൻഡ് വിച്ച് ഈസ് ഫ്രം അവർ ഹാർട്ട്, ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്നേഹം, ആത്മാർത്ഥ സ്നേഹമാണെന്ന് പറയുകയാണ്. അതിന് ലിമിറ്റേഷൻസ് ഇല്ലയെന്ന് കൂടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കവിതയിൽ ഒരുപാട് കൺസീറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇമേജസും മെറ്റഫറിയും ഇമേജറി, അത് മെറ്റഫേഴ്സ്, പാരഡോക്സിക്കൽ ഇമേജസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. കമ്പയർ ചെയ്യുന്നുണ്ട്. അവരവരുടെ പ്രണയത്തെ ഒരു കോമ്പസ് ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. കോമ്പസിൻ്റെ 2 കാലുകൾ പോലെ. അതായത് നമ്മൾ കോമ്പസ് കൊണ്ടൊരു വട്ടം വരയ്ക്കുമ്പം നമ്മൾ കോമ്പസിൻ്റെ ഒരെഡ്ജ് നമ്മളുടെ പേജിൽ, നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പേജിൽ സെൻറ്ററിൽ നിർത്തിയിട്ടാണ് മറ്റേ എഡ്ജ് കൊണ്ട് നമ്മൾ സർക്കിൾ വരയ്ക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവരുടെ പ്രണയം എന്ന് അവർ ഇതിൽ കമ്പയർ ചെയ്യുന്നുണ്ട്. കോമ്പസ് പോലെ കമ്പയർ ചെയ്യുന്നുണ്ട്. കാരണം ആ സെൻറ്ററിൽ നിൽക്കുന്നത് വൈഫാണ്, ദെൻ അതിനെ ഇങ്ങനെ വലം വെച്ചുകൊണ്ടിരിക്കുന്നത് ഹസ്ബൻഡാണെന്ന് പറയുന്നുണ്ട്. എത്ര ദൂരേക്ക് നമ്മൾ വട്ടം വരച്ച് കഴിഞ്ഞാലും ആ വട്ടം വരച്ച് കഴിഞ്ഞതിന് അവസാനം നമ്മൾ ആ പെൻസിൽ ആ എഡ്ജിനോട് ചേർത്ത് വെക്കും. നമ്മൾ ഒരു വട്ടം വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മൾ കോമ്പസിൽ പെൻസിൽ ഇട്ടതിന് ശേഷം അതിനെ കുറച്ചുകൂടെ സ്ട്രെച്ച് ചെയ്യും, നീട്ടും. അതിനുശേഷം നമ്മൾ സർക്കിളൊക്കെ വരച്ച്, നമ്മൾ ചെറുതും വലുതുമായിട്ടുള്ള സർക്കിൾസൊക്കെ വരയ്ക്കും. അതൊക്കെ വരച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക, നമ്മളുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കോമ്പസ് ആ പെൻസിലിൻ്റെ എഡ്ജും അതിൻ്റെ സെൻറ്റർ എഡ്ജും കൂടെ ചേർത്ത് വെക്കും. എന്നിട്ട് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിലൊക്കെ വെക്കുക ചെയ്യാം. അപ്പോൾ ഇതിലും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതുപോലെ തന്നെയാണ് നമ്മൾ തമ്മിലുള്ള സ്നേഹമെന്ന് വൈഫിനോട് ഈ ഒരു ഹസ്ബൻഡ്, നമ്മളുടെ സ്പീക്കർ പറയാണ്. കാരണം ഞാൻ എത്ര ദൂരേക്ക് പോയി കഴിഞ്ഞാലും അവസാനം നിൻ്റെ അടുത്ത് തന്നെ തിരിച്ചെത്തും, നിന്നെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്നൊക്കെ പറയാണ്. അങ്ങനെ രണ്ടും, അതായത് ഞാനും നീയും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ശരിക്കുള്ളൊരു വൃത്തം ഉണ്ടാവുള്ളൂ, ഒരു സർക്കിൾ ഉണ്ടാവുള്ളൂ എന്ന് കോമ്പസിനെ കമ്പയർ ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം പെൻസിലും ഈ ഒരു എഡ്ജും കറക്റ്റായിട്ട് ഒരു പൊസിഷനിൽ വന്നാൽ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു സർക്കിൾ കിട്ടും. അതുപോലെ തന്നെയാണ് ഈ 2 എഡ്ജ് പോലെ തന്നെയാണ് നമ്മൾ തമ്മിലുള്ള സ്നേഹമെന്ന് ഈ ഒരു ഹസ്ബൻഡ് വൈഫിനോട് പറയുകയാണ്. Then coming to the poem, then commentary is about this poem. A Valediction Forbidding Morning is one of John Donne's most famous simplest poem and probably his most direct statement of his ideal spiritual love. സ്പിരിച്വൽ ലവിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത്. For all his erotic carnality in his poems, such as The Flea, Donne professed a devotion to a kind of spiritual love that transcended merely physical. ഈ ഒരു കവിതയെക്കുറിച്ച് പറയുന്ന സമയത്ത് ആ ഒരു ഫസ്റ്റ് സ്റ്റാൻസയിൽ as a good men are dying peacefully and telling their souls to go to the heaven, some of their friends are arguing if they are really dead. Some say they are still breathing, but some say they have stopped breathing. നല്ല ആളുകൾ മരണക്കിടക്കയിൽ അവരുടെ ആത്മാവിനോട് സ്വർഗത്തിലേക്ക് പോകൂ എന്ന് പറയുന്ന സമയത്ത് അവരുടെ ഫ്രണ്ട്സൊക്കെ തന്നെ ചുറ്റും കൂടി എന്ന് പറയും, അല്ലെങ്കിൽ തർക്കിച്ചുകൊണ്ടിരിക്കും. ചിലർ പറയും അവർ മരിച്ചു എന്ന്, ചിലർ പറയും മരിച്ചിട്ടില്ല എന്ന്, ചിലർ പറയും ഇപ്പോഴും അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന്. അതായത് ഒരാൾ മരിച്ച് കിടക്കുകയെന്ന് വിചാരിക്കാം, മരണക്കിടക്കയിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ക്രിട്ടിക്കലായിട്ട് മരിക്കാൻ കിടക്കുന്ന ഒരാളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പം അവർക്ക് വിശ്വസിക്കാൻ പോലും ചിലപ്പം ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ഏത് നിമിഷം മരിക്കുമോ എന്നുള്ള കണ്ടീഷനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ വരുന്ന ആളുകൾ പലരും പറയും മരിച്ചുപോയി ഉണ്ടാവും, ചിലർ പറയും മരിക്കാനായി, ചിലർ പറയും എന്തായിരിക്കും മരിച്ചിട്ടില്ല, അവരിപ്പോഴും ശ്വസിക്കുന്നുണ്ടെന്ന് പറയും. അപ്പോൾ അങ്ങനെയാണ് ആളുകളെന്ന് പറയുന്നുണ്ട്. Then he argues that because their love is so great and unusually holy, they shouldn't reduce themselves to the weeping and melodrama of farewells. Showing their love in public will be obscene.
unfit for their love. Then he says that the speaker says that their farewell should not be a mild and uncomplaining death of virtuous man, for weep would be profanation of our joys. പക്ഷെ കവി പറയുന്നുണ്ട് അവരുടെ സ്നേഹം, അതായത് നമ്മളുടെ സ്പീക്കറിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് വളരെയധികം പീസ്ഫുള്ളായിട്ടുള്ളതും പരിശുദ്ധമായിട്ടുള്ളതും ആയതുകൊണ്ട് തന്നെ അവരുടെ ഫെയർവെൽ എന്ന് പറയുന്നതും ഇങ്ങനെ കരച്ചിലും വീഴ്ചലും ഒന്നും വേണ്ട എന്നുള്ളത് നല്ല ഡിവൈൻ ആയിട്ടുള്ളൊരു ലവ് ആണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ ഒരു സെപ്പറേഷനിൽ അതായത് ഇങ്ങനെ കരയും വിഷമിച്ചിരിക്കുന്നു വേണ്ട എന്ന് പറയാണ്. അതുപോലെ തന്നെ അവരുടെ സ്നേഹം പബ്ലിക്കായിട്ട് കാണിക്കുന്നത്, എക്സ്പോസ് ചെയ്യുന്നത് വളരെ മോശമാണ് എന്നുള്ള രീതിയിലാണ് കവി പറയുന്നത്. അതൊരിക്കലും ഡിവൈൻ ആയിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള പ്രണയത്തിന് പറ്റിയ ഒരു കാര്യമല്ല എന്നാണ് പറയുന്നത്. ദെൻ when the earth moves it brings harms and fears, but when the spheres move there is a great impact but harmless. ഭൂമി അനങ്ങുന്ന സമയത്ത് അതിന് പേടിയും അതുപോലെ തന്നെ ഒരുപാട് ഡിസ്ട്രോയ് ഒക്കെ സംഭവിക്കുന്നുണ്ട്. കാരണം ഭൂമി അനങ്ങുന്ന സമയത്ത്, വിച്ച് മീൻസ് എർത്ത് ക്വേക്ക് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഭൂമിക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിക്കും. ഫ്ലഡ്, എർത്ത് ക്വേക്ക് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത്, ഡിസാസ്റ്റേഴ്സ് സംഭവിക്കുന്ന സമയത്ത് ഭൂമിയിൽ ഒരുപാട് ചേഞ്ചസ് വരും, ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ സംഭവിക്കും. പക്ഷേ മറ്റ് വലിയ ഗ്രഹങ്ങൾ അനങ്ങുന്ന സമയത്ത് ഇതുപോലെ തന്നെ കൂടുതൽ ആഘാതം ഉണ്ടാകാറുണ്ട് എന്ന് പറയാണ്. പക്ഷെ അതിനൊന്നും നാശങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. The love of ordinary lovers cannot survive separation. It lacks the ingredients that constitute real the love. The soul of love is sense. സാധാരണക്കാരുടെ സ്നേഹത്തിന് ഈ ഒരു സെപ്പറേഷൻ ഒരിക്കലും താങ്ങാൻ പറ്റില്ല എന്ന് പറയാണ്. സാധാരണ ആളുകളൊക്കെ സ്നേഹിക്കുന്ന സമയത്ത് അവർക്ക് ഈ ഒരു ബ്രേക്കപ്പ്, സെപ്പറേഷൻ ഒരിക്കലും താങ്ങാൻ പറ്റില്ല. അത്തരം സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളായിരിക്കും സാധാരണക്കാർ, ഓർഡിനറി ലവേഴ്സ് എന്നാണ് പറയുന്നത്. ദെൻ ഇറ്റ് ലാക്സ് ദ ഇൻഗ്രീഡിയൻസ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ റിയൽ ലവ്. ശരിയായ സ്നേഹത്തിന് വേണ്ട കാര്യങ്ങളൊന്നും അതിലില്ല എന്ന് പറയാണ്. ദെൻ ദ സോൾ ഓഫ് ലവ് ഈസ് സെൻസ്. വിവേകമാണ് സ്നേഹത്തിൻ്റെ ആത്മാവ് എന്നാണ് പറയുന്നത്. നമുക്ക് കാര്യങ്ങളെ തിരിച്ചറിയാനും ശരിയായ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന ആ ഒരു ലോജിക്, വിവേകം, ഇൻ്റലിജൻസ്, അതാണ് ശരിക്കുമുള്ള സ്നേഹത്തിൻ്റെ സോൾ എന്നാണ് പറയുന്നത്, ആത്മാവ് എന്നാണ് പറയുന്നത്. Then the love he shares with his beloved is so refined that they don't know what exactly it is. They are so united in the mind and are so assured of each other that they need not worry about missing the body parts like eyes, lips and hands. ദെൻ നമ്മുടെ സ്പീക്കർ തൻ്റെ ലവ്, അതായത് വൈഫുമായിട്ട് ഷെയർ ചെയ്യുന്ന സ്നേഹം അത്രത്തോളം ഡിവൈൻ ആണെന്ന് പറയുന്നുണ്ട്, അത്രയും ദൈവികമായിട്ടുള്ളതാണ് എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ ആ ഡിവൈൻ എന്താണെന്നുള്ളത് അവർക്ക് അറിയില്ല എന്നും അവർ പറയുന്നുണ്ട്. അവരൊന്നാണ്, അവരുടെ മനസ്സിൽ ആ ഒരു യൂണിറ്റി അത്ര വലുതായതുകൊണ്ട് തന്നെ ഫിസിക്കലായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മാത്രമല്ല അത് എന്ന് അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദേ നീഡ് നോട്ട് വെറി അബൌട്ട് മിസ്സിങ് ദ ബോഡി പാർട്സ് ലൈക്ക് ഐസ്, ലിപ്സ് ആൻഡ് ഹാൻഡ്സ്. ശരീരഭാഗങ്ങൾ അടുത്തില്ല എന്ന് വെച്ചിട്ട് അതേക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് സ്പീക്കർ വൈഫിനോട് പറയാണ്. ഇത് നമ്മളുടെ കവി സ്പീക്കറിൻ്റെ വൈഫിനെ ആശ്വസിപ്പിക്കുക ചെയ്യുന്നത്. നമ്മളുടെ സ്നേഹം എന്ന് പറയുന്നത് ദൈവികമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിൻ്റെ അടുത്ത് ഫിസിക്കലി ഇല്ലയെന്ന് വിചാരിച്ച് നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളുടെ ലവ് എന്ന് പറയുന്നത് ഡിവൈനാണ്, അതായത് നമ്മൾ ആത്മാർത്ഥ സ്നേഹമാണ്, നമ്മളെ മനസ്സുകൾ തമ്മിലുള്ള സ്നേഹമാണെന്നൊക്കെ പറഞ്ഞ് വൈഫിനെ ആശ്വസിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പോകുന്ന സമയത്ത് നീ കരയരുത്, നീ ഒരിക്കലും കരയാൻ പാടില്ല. എൻ്റെ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ടെമ്പററിയാണ്, ഞാൻ ഫ്രാൻസിൽ പോയിട്ട് പെട്ടെന്ന് വരും, പക്ഷേ നീ ഒരിക്കലും അത് വിചാരിച്ച് കരയാൻ പാടില്ല എന്ന് പറയാണ്. Though he must go, their souls are still one, and therefore they are not enduring a breach, they are experiencing an expansion. In the same way that gold can be stretched by beating into any thinness, the soul their shell will simply stretch to take in all the space between them. പിന്നെ ഒരു കമ്പാരിസൺ നടത്തുക ചെയ്യുന്നത് അവിടെ, അതായത് സ്പീക്കർ പറയാണ് ഞാൻ നിന്നെ വിട്ടു പോകുന്നുണ്ടെങ്കിലും നമ്മളുടെ ആത്മാവ് ഒന്നാണ് എന്ന് പറയാണ്. അതുകൊണ്ട് ദൂരം എന്ന് പറയുന്നത് ഒരു പ്രശ്നമേ അല്ല. ഞാൻ ദൂരെ പോയാലും ഒരു
എക്സ്റ്റെൻഷൻ മാത്രമാണ് അത് എന്ന് പറയാണ്, ഒരു എക്സ്റ്റെൻഷൻ മാത്രമാണെന്ന് പറയാണ്. ജസ്റ്റ് ലൈക്ക് സ്വർണം എന്ന് പറയുന്ന ഒരു സാധനം, നമ്മൾ സ്വർണം വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒന്നാണ് സ്വർണം എന്ന് പറയുന്നത്, ഗോൾഡ്. അപ്പം സ്വർണം എന്ന് പറയുന്നത് അടിച്ച് പരത്തി നീളം വെപ്പിക്കുന്ന ഒന്നാണ്. അതായത് നമ്മൾ സ്വർണം എന്നാൽ ഇങ്ങനെ നമുക്ക് നീളം വെപ്പിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പം അതുമായിട്ട് ഇവരുടെ പ്രണയത്തെ അവർ കമ്പയർ ചെയ്യുക ചെയ്യുന്നത്. അവരുടെ ആത്മാവ് എന്ന് പറയുന്നതും അതുപോലെ തന്നെയാണ്, ഇങ്ങനെ നീണ്ട് പോയിട്ട് നമ്മൾ തമ്മിലുള്ള ദൂരം ഇല്ലാണ്ടാക്കുമെന്ന് പറയാണ്. അതായത് ഞാൻ ഫ്രാൻസിലാണെങ്കിലും എൻ്റെ ആത്മാവ് എപ്പോഴും നിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുമെന്ന് തൻ്റെ വൈഫിനോട് നമ്മളുടെ സ്പീക്കർ പറയാണ്. സോ ജസ്റ്റ് ലൈക്ക് ഗോൾഡിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത് പോലെ തന്നെ ആയിരിക്കും ഞാൻ ദൂരേക്ക് പോയി കഴിഞ്ഞാലും എൻ്റെ മനസ്സ് നിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുമെന്ന് സ്പീക്കർ പറയാണ്. Then, even if their souls are separate, they are like 2 feet of a compass. പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രണയം, തൻ്റെ വൈഫിനോടുള്ള പ്രണയം ഒരു കോമ്പസ് ആയിട്ട് കമ്പയർ ചെയ്യുക ചെയ്യുന്നത്. Even if their souls are separate, they are like the 2 feet of a compass. His lover's soul is fixed foot in the center, and the foot that moves around it. The fixed foot does not know that it is moving, although it has to change the way it stands as the moving foot is drawing the circle. അവരുടെ ആത്മാക്കൾ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിലായാലും, അതായത് ദൂരെ ആയാലും, അവർ കോമ്പസിൻ്റെ 2 കാലുകൾ പോലെയാണ് എന്ന് പറയാണ്. നമ്മളുടെ കാമുകിയുടെ, അതായത് നമ്മുടെ സ്പീക്കറിൻ്റെ വൈഫിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് കോമ്പസിൻ്റെ ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഒരു കാലാണെങ്കിൽ, നമ്മളുടെ സ്പീക്കറിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് ആ കറങ്ങുന്ന കാലായിരിക്കുമെന്ന് പറയാണ്. നിൽക്കുന്ന കാലിനറിയില്ല, അതറിയാതെ തന്നെ തിരിഞ്ഞിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന, വൃത്തം വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു സഹായി തനിക്കുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെയാണ് തങ്ങളുടെ പ്രണയം എന്ന് പറയാണ്. അതായത് സെൻറ്ററിലുള്ളത് വൈഫും അതിനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഹസ്ബൻഡായിട്ടുള്ള നമ്മളെ സ്പീക്കറാണെന്നാണ് അവിടെ കമ്പയർ ചെയ്യുന്നത്. അപ്പം കോമ്പസിൻ്റെ നമ്മളുടെ സ്പീക്കറിൻ്റെ വൈഫിൻ്റെ സോൾ എന്ന് പറയുന്നത്, ആത്മാവ് എന്ന് പറയുന്നത് കോമ്പസിൻ്റെ ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഒരു കാലായിട്ടും, നമ്മളുടെ സ്പീക്കർ ആ ഒരു കാലിനെ വട്ടം വയ്ക്കുന്ന മറ്റൊരു കാലായിട്ടാണ് അതിൽ കമ്പയർ ചെയ്യുന്നത്. എന്നിട്ട് നമ്മളുടെ ഈ ഒരു സെൻറ്ററിൽ നിൽക്കുന്ന കാലിനെ ഇങ്ങനെ വലം വയ്ക്കുന്ന ആ ഒരു കമ്പാരിസണാണ് അവിടെ നടത്തുന്നത്. ഒരു കോമ്പസ് പോലെ തന്നെയാണ് അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള പ്രണയം എന്നാണ് നമ്മളുടെ സ്പീക്കർ പറയുന്നത്. And in the last stanza, the firmness of the center foot makes a circle that the outer foot draws perfect. It leans and adjusts itself with the moving foot. When the moving foot comes back to the fixed foot, it stands erect. Then we are close as the 2 feet of the compass, and we adjust like them into draw perfect circle of our life. Just like the firm foot makes sure the moving foot comes back into the after roaming about, the wife ensures that the husband comes from after his roaming. നിൽക്കുന്ന കാലം അതിൻ്റെ സ്ഥാനത്ത് നിന്നും ഇളകാതെ നിന്നാൽ മാത്രമേ മറ്റേ ആ ഒരു കാലിന് കറക്റ്റായിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള വൃത്തം വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കറങ്ങുന്ന കാല് കറക്കം കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്ത് ആ നിൽക്കുന്ന കോമ്പസിൻ്റെ കാലിൻ്റെ അടുത്തേക്ക് നേരെ നിൽക്കുകയും മറ്റേ കാലിനെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു വട്ടം വരയ്ക്കാൻ കോമ്പസ് എടുക്കുന്ന സമയത്ത് കോമ്പസ് ഒരു കാല് നമ്മൾ ബുക്കിൻ്റെ നടുവിൽ സെൻറ്ററിൽ കുത്തിവെക്കും. എന്നിട്ട് മറ്റേ കാല് കുറച്ച് വലിച്ച് നീട്ടിയിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക ചെയ്യാം. ആ സർക്കിൾ പെർഫെക്റ്റ് ആയിട്ട് വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ആ കോമ്പസ് എടുത്തിട്ട് 2 കാലും കൂടെ ഒരുമിച്ച് നിർത്തും. അപ്പോൾ അതുപോലെ തന്നെയാണ് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത്. കാരണം ഞാൻ എത്ര ദൂരേക്ക് പോയി കഴിഞ്ഞാലും അവസാനം ഞാൻ നിൻ്റെ അടുത്തേക്ക് നിന്നെ തിരിച്ചെത്തുമെന്ന് പറയാണ്. ഇതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളുടെ സ്പീക്കറിൻ്റെ വൈഫിനെ കൺസോൾ ചെയ്യുന്നത്, ആശ്വസിപ്പിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കവിതയിൽ മെയിനായിട്ട് പറയുന്നത്.